ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം അഷ്ടമസ്കന്ധം 1-ാം അധ്യായം. രാജോവാച. സ്വായംഭുവസ്യേഹ ഗുരോ വംശോയം വിസ്തരാശ്രുതഃ തത്ര വിശ്വസൃജാം സർഗോ മനൂനന്യാൻ വദസ്വനഃ. രാജാവ് പറഞ്ഞു, ഹേ ഗുരോ, സ്വയംഭുവ മനുവിൻ്റെ ചരിതവും മനുപുത്രിമാരിൽ മരീച്യാദി പ്രജാപതികൾ പുത്രപൗത്രരൂപേണ പ്രജാഭിവൃദ്ധിയെ വരുത്തിയതും അങ്ങ് വിസ്തരിച്ചരുളി ചെയ്തത് കേട്ടു. മറ്റുള്ള മനുക്കളുടെയും ചരിതം ഞങ്ങളോട് ഉപദേശിക്കാൻ കരുണയുണ്ടാവണം. എത്ര ധർമാശ്ച വിവിധാഃ ചാതുർവർണ്യാശ്രിതാശുഭാഃ എത്ര എത്ര ഹരേർജന്മ കർമാണി ച മഹീയസഃ ഗൃണന്തി കവയോ ബ്രഹ്മം സ്ഥാനിനോ വദ ശൃണ്വതാം. യാതൊരു മന്വന്തരങ്ങളിൽ ബ്രാഹ്മണാദി 4 വർണ്ണങ്ങൾ അനുഷ്ഠിക്കേണ്ടവയും ശ്രീഹരിയെ സന്തോഷിപ്പിക്കുന്നവയാകയാൽ മംഗളകരങ്ങളുമായ ബഹുവിധ കർമ്മങ്ങളെയും ഭക്തന്മാരെ സംസാര സമുദ്രത്തിൽ നിന്ന് കടത്തിവിടുന്ന മഹാപൂജ്യനായ ശ്രീഹരിയുടെ അവതാരകർമ്മങ്ങളെയും കവികൾ വർണ്ണിച്ചിരിക്കുന്നുവോ, ആ മന്വന്തര ചരിതങ്ങളെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളോട് സർവജ്ഞനായ അങ്ങ് അരുളി ചെയ്യണം. യസ്മിന്നന്തരേ ബ്രഹ്മൻ ഭഗവാൻ വിശ്വഭാവനഃ കൃതവാൻ കുരുതേ കർത്ത ഹ്യതീതേനാഗതേദ്യവാ. കഴിഞ്ഞ മന്വന്തരങ്ങളിൽ ലോകപാലകനായ ശ്രീ ഭഗവാൻ എന്തു കർമ്മങ്ങൾ ചെയ്തുവോ, ഇപ്പോൾ യാതൊന്നു ചെയ്യുന്നുവോ, ഇനി വരാനിരിക്കുന്ന മന്വന്തരങ്ങളിൽ യാതൊന്നു ചെയ്യുമോ, ഹേ ത്രികാലജ്ഞനായ മുനി, അങ്ങ് അതെല്ലാം ഞങ്ങളോട് അരുളി ചെയ്യണം. ഋഷിരുവാച. മനവോസ്മിൻ വ്യതീതാഃ ഷഡ്കൽപേ സ്വയംഭുവാദയഃ ആദ്യസ്തേ കഥിതോ യത്ര ദേവാദീനാം ച സംഭവഃ. ഋഷി അരുളി ചെയ്തു, ഹേ രാജൻ, ഈ കൽപ്പത്തിൽ കഴിഞ്ഞിരിക്കുന്ന സ്വയംഭുവൻ മുതലായ 6 മനുക്കളുടെ കൂട്ടത്തിൽ 1-ാമത്തെ സ്വയംഭുവ മനുവിൻ്റെ ചരിത്രം ഞാൻ അങ്ങയോട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതിൽ ദേവന്മാർ, അസുരന്മാർ, മനുഷ്യർ, തിര്യക്കുകൾ മുതലായവരുടെ ഉത്പത്തിയെയും വിവരിച്ചു. ആകൂത്യം ദേവഹൂത്യം ച ദുഹിത്രോസ്തസ്യ വൈ മനോഃ ധർമ്മജ്ഞാനോപദേശാർത്ഥം ഭഗവാൻ പുത്രതാം ഗതഃ. സ്വയംഭുവ മനുവിൻ്റെ പുത്രിമാരായ ആകൂതിയിലും ദേവഹൂതിയിലും ശ്രീ ഭഗവാൻ ലോകത്തിൽ ധർമ്മവും ജ്ഞാനവും ഉപദേശിപ്പാൻ വേണ്ടി യത്നമൂർത്തിയായും കപില മഹർഷിയായും അവതരിച്ചു. കൃതം പുരാ ഭഗവതഃ കപിലസ്യാനുവർണിതം ആഖ്യാസി ഭഗവാൻ യത്നോ യച്ചകാര കുരുദ്വഹ. ഹേ കുരുകുലശ്രേഷ്ഠ, ഭഗവാൻ കപിലൻ ലോകത്തിന് സാംഖ്യയോഗത്തെ ഉപദേശിച്ചത് ഞാൻ അങ്ങയോട് വിവരിച്ചത് കേട്ടുവല്ലോ. യത്നമൂർത്തിയായി അവതരിച്ച ഭഗവാൻ എന്തു ചെയ്തു എന്ന സംഗതി ഇനിമേൽ പറയാം. വിരക്തകാമഭോഗേഷു ശതരൂപാപതി പ്രഭുഃ വിസൃജ്യ രാജ്യം തപസേ സഭാര്യോ വനമാവിശത്. യത്നമൂർത്തി ചരിതം വർണ്ണിക്കാനായി വൃത്തത്തെ സൂചിപ്പിക്കുന്നു. വിഷയഭോഗങ്ങളിൽ വിരക്തനും ജിതേന്ദ്രനുമായ സ്വയംഭുവ മനു തപസ് ചെയ്യുവാനായി ഭാര്യയോടുകൂടി വനം പ്രവേശിച്ചു. സുനന്ദായാം വർഷശതം പദൈകേന ഭുവം സ്പൃശൻ തപ്യമാനസ്തഭോ ഘോരം ഇതമന്വാഹ ഭാരത. ഹേ ഭാരത, സ്വയംഭുവ മനു സുനന്ദ നദീതീരത്തിൽ 100 സംവത്സരക്കാലം ഭൂമിയിൽ ഒരു പാദം മാത്രം ഊന്നി നിന്നുകൊണ്ട് കഠിനമായ തപസ് ചെയ്തു. അപ്പോൾ സമാധിയിൽ കണ്ടതായ ഈ സംഗതി ക്രമം തെറ്റാതെ പറഞ്ഞു. മനുരുവാച. ഏന ചേതയതേ വിശ്വം വിശ്വം ചേതയതേനയം യോ ജാഗർത്തിശയാനേസ്മിൻ അയം തം വേദ വേദസ്വഹ. മനു പറഞ്ഞു, ദേഹേന്ദ്രിയാന്തകരണസഹിതമായിരിക്കുന്ന ഈ ലോകം യാതൊരുവൻ നിമിത്തം ചൈതന്യമുള്ളതായിരിക്കുന്നു. യാതൊരുവനെ ഈ ലോകം ചൈതന്യമുള്ളവനാക്കുന്നില്ല. സ്വതേ തന്നെ ചിൽസ്വരൂപനാകുന്നു. ദേഹേന്ദ്രിയാന്തകരണാദികൾ സുഷുപ്തിയെ പ്രാപിച്ചിരിക്കുമ്പോൾ യാതൊരു ചൈതന്യം അവയുടെ സാക്ഷിയായിരിക്കുന്നു. ആ സാക്ഷിയെ ഈ ലോകം അറിയുന്നില്ല, അത് ലോകത്തെ അറിയുന്നു. ആത്മാവാസ്യമിതം വിശ്വം യത്കിഞ്ചിത് ജഗത്യാം ജഗത് തേന തെക്തേന ഭുഞ്ജീത മാഗൃത കസ്യ സിദ്ധനം. ലോകത്തിൽ സ്ഥാവര ജംഗമ സ്വരൂപേണ യാതൊന്നു കാണപ്പെടുന്നുവോ അത് സകലവും അടങ്ങിയ ഈ വിശ്വം ആത്മസ്വരൂപനായ ഈശ്വരനാൽ സത്താ ചൈതന്യ സ്വരൂപത്തോടുകൂടി വ്യാപിക്കപ്പെട്ടിരിക്കുന്നു.
ആ സർവേശ്വരൻ യാതൊന്നിനെ നിങ്ങൾക്കായി നൽകുന്നുവോ അതിനെ അനുഭവിക്കിൻ. മറ്റാരുടെ ധനത്തെയും കാക്ഷിക്കണ്ട. സത്താചൈതന്യ സ്വരൂപനായ ഈശ്വരനാൽ വ്യാപിക്കപ്പെട്ടിരിക്കുന്ന ഈ ലോകത്തിൽ കാണപ്പെടുന്ന ധനം സമസ്തവും ഈശ്വരൻ്റേതു തന്നെ. മറ്റാർക്ക് ധനമിരിക്കുന്നു? അതുകൊണ്ട് ഈശ്വരന് സമർപ്പിച്ച ശേഷം ഭോഗങ്ങൾ ഭുജിക്കുവിൻ. ഈശ്വരൻ്റെ ധനത്തെ ഈശ്വരന് അർപ്പിക്കാതെ ഭുജിക്കുന്നത് പാപമാകുന്നുവെന്നും വ്യാഖ്യാനിക്കാം. യം ന പശ്യതി പശ്യന്തം ചക്ഷുർ യസ്യ നരിഷ്യതി തം ഭൂതനിലയം ദേവം സുവർണമുപതാവത. എല്ലാറ്റിലും ഈശ്വരൻ വ്യാപിച്ചിരിക്കുന്നുവെങ്കിൽ ഓരോ പദാർത്ഥങ്ങളിലും ഈശ്വരനെ കാണാതിരിക്കാൻ എന്താണ് കാരണം എന്ന ചോദ്യത്തിനുള്ള ഉത്തരം പറയുകയാണ്. എല്ലാറ്റിനെയും കാണുന്ന യാതൊരു ഈശ്വരനെ ലോകമാകട്ടെ അവരുടെ ചക്ഷുരാദികളായ ഇന്ദ്രിയങ്ങളാകട്ടെ കാണുന്നില്ല. ഈശ്വരൻ ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ല. ഈശ്വരൻ്റെ ജ്ഞാനസ്വരൂപമായ നേത്രം ഒരു കാലത്തും നശിക്കുന്നില്ല. സർവഭൂതങ്ങളിലും അന്തര്യാമിയായിരിക്കുന്ന ആ ദേവനെ ഭജിക്കുവിൻ. ശുഭാശുഭകർമ്മങ്ങളിൽ പ്രേരിപ്പിക്കുന്ന ആ ഈശ്വരൻ്റെ പ്രസാദം കൊണ്ട് മാത്രമേ അവനെ അറിയുവാൻ കഴിയുകയുള്ളൂ. അവനെ സർവാത്മന ശരണം പ്രാപിക്കുവിൻ. ഈശ്വരൻ സർവജ്ഞൻ, ജീവൻ അല്പജ്ഞൻ എന്ന ജീവനിൽ നിന്ന് ഈശ്വരനുള്ള ഭേദം സ്പഷ്ടമാക്കി. ഏക ശരീര പ്രകാശകൻ ജീവൻ, സർവലോക പ്രകാശകൻ ഈശ്വരൻ. അതിനാൽ ജീവൻ ഈശ്വരനെ സേവിക്കണം. നയസ്യാദ്യന്തോ മധ്യം ച സ്വപരോ നാന്തരം ബഹിഃ വിശ്വസ്യ മുനി യസ്മാവ് വിശ്വം ച തദൃശം മഹത്. യാതൊരു ഭഗവാന് ജന്മവും മരണവുമില്ലാത്തതുകൊണ്ട് മധ്യവുമില്ല, സ്വകീയനെന്നും പരനെന്നുമില്ല. എല്ലാവരിലും ആത്മാവായിരിക്കുന്നത് കൊണ്ട് സർവവും താനാകുന്നു. ഉള്ളെന്നും പുറമെന്നുമുള്ള ഭേദമില്ല, എങ്ങും നിറഞ്ഞിരിക്കുന്നവനാകുന്നു. ലോകത്തിൽ കാണപ്പെടുന്ന ആദിമധ്യാന്താവസ്ഥകൾ ഈശ്വരനിൽ നിന്നുണ്ടാകുന്നു. ലോകവും ഈശ്വരാത്മകമാകുന്നു. അതിനാൽ എല്ലാമായി വിളങ്ങുന്ന മഹത്തായ ആ ഈശ്വരസ്വരൂപം ഒന്നുമാത്രം സത്യം. സവിശ്വകായ പുരോഹൂത ഈശഃ സത്യസ്വയം ജ്യോതിരജപുരാണഃ ദത്തേസ്യ ജന്മാദ്യജയാത്മശക്ത്യാ താം വിദ്യയോധസ്യ നിരീഹ ആസ്തേ. ലോകം ഭഗവാന്റെ സ്വരൂപമാണെങ്കിൽ അപ്പോൾ ഭഗവാനും ജന്മാദിഭാവങ്ങൾ ഇല്ലെന്ന് എങ്ങനെ സിദ്ധിക്കും? എങ്ങനെ സ്വതപ്രകാശമുള്ളവനാകും? ലോകത്തിൻ്റെ ജന്മാദിഭാവങ്ങളുടെ കർത്തൃത്വമുള്ളതിനാൽ വികാരിയെന്ന് വരുന്നതാകയാൽ നാശമില്ലാത്തവനും പരിപൂർണനുമാണെന്ന് വരുന്നതെങ്ങനെ? ആ ഈശ്വരൻ ജന്മാതിരഹിതനും ത്രികാലത്തിലും നശിക്കാത്തതിനാൽ സത്യസ്വരൂപനും സ്വയമേവ വിളങ്ങുന്നവനും നിർവികാരനും വിശ്വമാകുന്ന ശരീരത്തോടു കൂടിയവനും അതിനിമിത്തം അനന്തനാമധേയങ്ങൾ ഉള്ളവനാകുന്നുവെങ്കിലും സ്വശക്തിയായ മായയെ അംഗീകരിച്ച് ലോകസൃഷ്ടി സ്ഥിതി സംഹാരങ്ങളെ ധരിക്കുന്നു. ആ മായയെ നിത്യസിദ്ധയായിരിക്കുന്ന ചിച്ചക്തി കൊണ്ട് നിരസിച്ചിട്ട് യാതൊരു പ്രവൃത്തിയും ചെയ്യാത്തവനായിരിക്കുകയും ചെയ്യുന്നു. അതാഗ്രേ ഋഷയ കർമാണി ഈഹന്തേ കർമ്മഹേതവേ ഈഹമാനോ ഹി പുരുഷഃ പ്രായോനീഹാം പ്രപദ്യതേ. ഈശ്വരൻ സൃഷ്ടിയാദി കർമ്മങ്ങൾ ചെയ്യുകയും കർമ്മബന്ധമില്ലാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ആദിയിൽ ഈശ്വരതത്വം അറിഞ്ഞ ഋഷികളും ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി കർമ്മങ്ങൾ ചെയ്യുന്നു. അതുകൊണ്ടവർ കർമ്മബന്ധങ്ങൾ ഉപേക്ഷിക്കുന്നു. ഈശ്വരാർപ്പണ ബുദ്ധിയ കർമ്മം ചെയ്യുന്ന പുരുഷൻ പ്രായേണ മോക്ഷം പ്രാപിക്കുന്നു. കർമ്മമല്ല ബലസങ്കല്പമാണ് ബന്ധകാരണം. ഈഹതേ ഭഗവാനീശോ നഹി തത്ര വിഷജ്യതേ ആത്മലാഭേന പൂർണാർത്ഥോ നാവസീദന്തിയേനുതം. ഷഡ്ഗുണ പരിപൂർണനും ആത്മാനന്ദത്താൽ നിത്യതൃപ്തനുമായിരിക്കുന്ന ഈശ്വരൻ രാമകൃഷ്ണാദി അവതാരങ്ങളിൽ കർമ്മങ്ങൾ ചെയ്യുന്നു, ഞാൻ ബലം അനുഭവിക്കുന്നു എന്നുള്ള സങ്കല്പരൂപമായ ആസക്തി ഭഗവാന് കർമ്മങ്ങളെ സംബന്ധിച്ചില്ല. അതുകൊണ്ട് നിത്യമുക്തനാകുന്നു. അതുപോലെ ബലകാംക്ഷ കൂടാതെ ഈശ്വരാർപ്പണ ബുദ്ധിയ കർമ്മം ചെയ്യുന്ന പുരുഷൻ കർമ്മങ്ങളാൽ ബന്ധം അനുഭവിക്കുകയില്ല. തമീഹമാനം നിരഹങ്കൃതം ബുധം നിരാശിഷം പൂർണ്ണമനന്യചോദിതം ന്യൂഞ്ചിക്ഷയന്തം നിജവർമ്മ സംസ്ഥിതം പ്രഭും പ്രപദ്യേകില ധർമ്മഭാവനം. രാമകൃഷ്ണാദി അവതാരങ്ങളിൽ സ്വീകരിച്ച മനുഷ്യനിലയനുസരിച്ച് സമുചിത മാർഗത്തിൽ തന്നെ ഇരിക്കുന്നവനും ആ സ്ഥിതിക്കനുസരിച്ച് പ്രവർത്തിക്കുന്നുവെങ്കിലും സാധാരണന്മാരെ പോലെ ഞാൻ പ്രവർത്തിക്കുന്നു, ഞാൻ ബലം അനുഭവിക്കുന്നു എന്നുള്ള അഹങ്കാരമില്ലാത്തവനും ജ്ഞാനസ്വരൂപനും ആഗ്രഹങ്ങളൊന്നുമില്ലാത്തവനും പരിപൂർണനും അന്യപ്രേരണ കൂടാതെ സ്വയമേവ പ്രവർത്തിക്കുന്ന പ്രഭുവും മനുഷ്യരെ സ്വധർമ്മം ആചരിക്കാൻ പഠിപ്പിക്കുന്നവനും തദ്വാര ലോകത്തിൽ സർവധർമ്മങ്ങളും നിലനിർത്തുന്നവനുമായ ആ ഭഗവാനെ ഞാൻ ശരണം പ്രാപിക്കുന്നു.
ശ്രീശുക ഉവാച ഇതി മന്ത്രോപനിഷദം വ്യാഹരന്തം സമാഹിതം ദൃഷ്ട്വാ സുരായാതുദാന ജഗദ്ദുമഭ്യദ്രവൻ ശ്രുതാ. ശ്രീശുകമുനി അരുളി ചെയ്തു, സമാധിസ്ഥനാണെങ്കിലും മേൽപ്പറഞ്ഞ മന്ത്രരൂപമായ ബ്രഹ്മവിദ്യ ഉച്ചരിച്ചും കൊണ്ടിരിക്കുന്ന സ്വയംഭുവ മനുവിനെ കണ്ടിട്ട് അസുരന്മാരും രാക്ഷസന്മാരും വിശപ്പു നിമിത്തം പീഡിതരായതിനാൽ ഭക്ഷിപ്പാനായിക്കൊണ്ട് നേരിട്ട് പാഞ്ഞു വന്നു. താംസ്തദാവസിതാൻ വീക്ഷ്യ യത്ന സർവഗതോ ഹരിഹി യാമൈ പരിവൃതോ ദേവൈർഹത്വാശാസത്രിവിഷ്ടഭം. സ്വയംഭുവ മനുവിനെ ഭക്ഷിപ്പാൻ ഭാവിക്കുന്ന അവരെ എങ്ങും നിറഞ്ഞിരിക്കുന്ന ശ്രീഹരിയുടെ അവതാരമായ യത്നദേവൻ സ്വപുത്രന്മാരായ യാമന്മാരെന്ന ദേവന്മാരോടുകൂടി വന്ന് സംഹരിച്ച ശേഷം സ്വർഗത്തെ രക്ഷിച്ചു. യത്നദേവൻ തന്നെ ഇന്ദ്രനായിരുന്നു. എല്ലാ മന്വന്തരങ്ങളിലും മനുപുത്രന്മാർ, ദേവന്മാർ, ഋഷികൾ, ദേവേന്ദ്രൻ, അംശാവതാരം ഇങ്ങനെ 6 സംഘമുണ്ടായിരിക്കും. ആദ്യമായ സ്വയംഭുവ മന്വന്തരത്തിൽ സ്വയംഭുവൻ മനു, പ്രിയവ്രതോത്ഥാനപാദന്മാർ മനുപുത്രന്മാർ, യാമാദികൾ ദേവന്മാർ, മരീചി, അത്രി മുതലായ 7 പേർ ഋഷികൾ, യത്നദേവൻ ഹരിയുടെ അംശാവതാരം, ഇന്ദ്രനും അദ്ദേഹം തന്നെ. അതുകൊണ്ട് ആദ്യത്തെ മന്വന്തരത്തിൽ 5 സംഘമേയുള്ളൂ. രണ്ടാമത്തെ മന്വന്തരം മുതൽക്ക് 6 സംഘമുണ്ട്. സ്വരോജിഷോ ദ്വിതീയസ്തു മനുരഗ്നേ സുതോഭവത് ദ്യുമത്സുഷേണ രോജിഷ്മത് പ്രമുഖാസ്തസ്യ ചാത്മജാഹ. ദേവനായ അഗ്നിയുടെ പുത്രൻ സൗരോജിഷൻ രണ്ടാമത്തെ മനുവായിട്ട് ഭവിച്ചു. ദ്യുമാൻ, സുഷേണൻ, രോജിഷ്മാൻ മുതലായവർ സ്വാരോജിഷ പുത്രന്മാർ. തദേന്ദ്രോ രോജനസ്ത്വാസി ദേവാശ്ച തുഷിതാദയഃ ഊർജസ്തംഭാദയ സപ്ത ഋഷയോ ബ്രഹ്മവാദിനഃ. അതിൽ യത്നപുത്രനായ രോചനൻ, ഇന്ദ്രൻ, തുഷിതൻ, തോഷൻ, പ്രദോഷൻ, സന്തോഷൻ, ഭദ്രൻ, ശാന്തി, ഇടസ്പതി, ഇദ്മൻ, കവി, വിഭു, സൊന്നൻ, രോചനൻ എന്നിവർ ദേവന്മാർ. ഊർജൻ വസിഷ്ഠപുത്രൻ, സ്തംഭൻ കശ്യപപുത്രൻ, പ്രാണൻ ബൃഹസ്പതി, ദത്തൻ, അത്രി, ചവനൻ എന്നീ 7 പേർ ഋഷികൾ. വേദം ഉച്ചരിക്കുകയാണ് ഇവരുടെ പ്രവൃത്തി. ഋഷേസ്തു വേദശിരസസ്തുഷിതാ നാമ പത്ന്യഭൂത് തസ്യാം ജജ്ഞേ തദോ ദേവോ വിസ്രുതഃ. വേദശിരസ് എന്ന ഋഷിയുടെ ഭാര്യയായ തുഷിതയിൽ ഭഗവാൻ ശ്രീഹരി വിഭുവെന്ന സുപ്രസിദ്ധ നാമധേയത്തോടെ അവതരിച്ചു. അഷ്ടാശീതി സഹസ്രാണി മുനയോ യേ ധൃതവ്രതാഃ അന്വശിഷൻ വ്രതം തസ്യ കൗമാര ബ്രഹ്മചാരിണഃ. ബ്രഹ്മചര്യവ്രതം അഭ്യസിപ്പിക്കുവാനായിട്ടാണ് ഭഗവാൻ അവതരിച്ചത്. കൗമാരം മുതൽക്കു തന്നെ ഭഗവാൻ ബ്രഹ്മചര്യം ദീക്ഷിച്ചു. യമനിയമാദി വ്രതങ്ങളോടുകൂടിയ 80,000 ഋഷികൾ ഭഗവാന്റെ ആ ബ്രഹ്മചര്യവ്രതത്തെ അഭ്യസിച്ചു. തൃതീയ ഉത്തമോ നാമ പ്രിയം വ്രതസുതോ മനുഃ പവനസൃഞ്ജയോ യത്നഹോത്രാദ്യാസ്തത്സുതാ നൃപ. ഹേ രാജൻ, പ്രിയവ്രതൻ്റെ പുത്രനായ ഉത്തമൻ 3ാമത്തെ മനുവായി ഭവിച്ചു. പവനൻ, സൃഞ്ജയൻ, യത്നഹോത്രൻ മുതലായവർ ഉത്തമൻ്റെ പുത്രന്മാർ. വസിഷ്ഠതനയാ സപ്ത ഋഷയ പ്രമദാദയഃ സത്യാവേദശ്രുതാ ഭദ്രാ ദേവ ഇന്ദ്രസ്തു സത്യജിത്. വസിഷ്ഠപുത്രന്മാരായ പ്രമദൻ മുതലായ 7 പേർ ഋഷികൾ, സത്യന്മാർ, വേദശ്രുതന്മാർ, ഭദ്രന്മാർ മുതലായവർ ദേവന്മാർ. സത്യജിത്ത് എന്നു പേരായവൻ ദേവേന്ദ്രൻ. ധർമ്മസ്യ സുനൃതായാം തു ഭഗവാൻ പുരുഷോത്തമഃ സത്യസേന ഇതി ഖ്യാതോ ജാതഃ സത്യവ്രതൈഃ സഹ. ധർമ്മൻ്റെ ഭാര്യയായ സുനൃതയിൽ പുരുഷോത്തമനായ ഭഗവാൻ സത്യസേനൻ എന്ന സുപ്രസിദ്ധ നാമധേയത്തോടുകൂടി ജനിച്ചു. സോ നൃതവ്രത ദുശ്ശീലാൻ അസതോ യക്ഷരാക്ഷസാൻ ഭൂതദ്രുഹോ ഭൂതഗണാൻ അവധി സത്യജിത് സഹഃ. അസത്യമേ പറയുള്ളൂ എന്ന വ്രതത്തോടും ദുസ്വഭാവത്തോടും കൂടിയ അസത്തുക്കളും ഭൂതങ്ങളെ ദ്രോഹിക്കുന്നവരുമായ യക്ഷരാക്ഷസന്മാരെയും ഭൂതഗണങ്ങളെയും ഭഗവാൻ സത്യജിത്ത് എന്നു പേരായ ഇന്ദ്രനോട് കൂടിച്ചേർന്ന് സംഹരിച്ചു. ചതുർത്ഥ ഉത്തമഭ്രാത മനുർനാംനാം ച താമസഃ പൃഥുക്യാതിർനരക്കേതുർ ഇത്യാദ്യാദശതസുതാഃ. പ്രിയവ്രതപുത്രനായ ഉത്തമൻ്റെ സഹോദരൻ താമസനെന്നു പേരായവൻ 4ാമത്തെ മനു. പൃഥു, ഖ്യാതി, നരൻ, കേതു മുതലായ 10 പേർ താമസൻ്റെ പുത്രന്മാർ.
സത്യഗാഹരയോ വീരാ ദേവാസ്ത്രിശിക ഈശ്വരഃ ജ്യോതിർദാമാദയഃ സപ്ത ഋഷേസ്താമസേന്തരേ. സത്യകന്മാർ ഹരികൾ, വീരന്മാർ മുതലായവർ ദേവന്മാർ, ത്രിശികൻ ദേവേന്ദ്രൻ, ജ്യോതിർദാമൻ മുതലായ 7 പേർ താമസമന്വന്തരത്തിലെ ഋഷികൾ. ദേവാ വൈധൃതയോ നാമ വിധൃതേസ്തനയാ നൃപ നഷ്ടാകാലേന യൈർവേദ വിധൃതാസ്വേന തേജസ. താമസമന്വന്തരത്തിൽ തന്നെ വിധൃതിയുടെ പുത്രന്മാരായതുകൊണ്ട് വൈധൃതികളെന്നു പേരായ ദേവന്മാരുണ്ടായിരുന്നു. ഹേ രാജാവേ, കാലം കൊണ്ട് നശിച്ചുപോയ വേദങ്ങളെ അവരുടെ ബുദ്ധിശക്തി കൊണ്ട് രണ്ടാമതും ലോകത്തിൽ പ്രചരിപ്പിച്ചു. തത്രാഭിജജ്ഞേ ഭഗവാൻ ഹരിണ്യാം ഹരിമേധസഃ ഹരിരിത്യാഹൃതോ യേന ഗജേന്ദ്രോ മോചിതോ ഗ്രഹാത്. ഈ മന്വന്തരത്തിലും ഭഗവാൻ ശ്രീനാരായണൻ ഹരിമേധസ്സിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ഹരിണിയിൽ ഹരി എന്ന നാമധേയത്തോടുകൂടി അവതരിച്ചു. ആ ശ്രീഹരി ഗജേന്ദ്രനെ ഗ്രാഹത്തിൽ നിന്ന് രക്ഷിച്ചു. രാജോവാച ബാദരായണയേ ദത്തേ ശ്രോതുമിച്ഛാമഹേ വയം ഹരിർ യഥാ ഗജപതിം ഗ്രാഹഗ്രസ്തമമോമുജത്. രാജാവ് ചോദിച്ചു, ഹേ വ്യാസപുത്രനായുള്ളവനെ, മുതലയാൽ ഗ്രസിക്കപ്പെട്ട ഗജാധിപനെ ഭഗവാൻ ശ്രീഹരി ഏതുവിധമാണ് മോചിപ്പിച്ചതെന്ന ചരിതം അങ്ങയിൽ നിന്ന് വിസ്തരിച്ചു കേൾപ്പാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. തത്കഥാസു മഹത് പുണ്യം ധന്യം സ്വസ്ത്യയനം ശുഭം എത്ര എത്രോത്തമ ശ്ലോകോ ഭഗവാൻ ഗീയതേ ഹരിഹി. ഏതേതു കഥകളിൽ സർവൈശ്വര്യസമ്പന്നനും അജ്ഞാനത്തെ നശിപ്പിക്കുന്നതിന് സമർത്ഥയായ കീർത്തിയോടുകൂടിയവനുമായ ശ്രീഹരിയെക്കുറിച്ചുള്ള കീർത്തനം അടങ്ങിയിരിക്കുന്നുവോ, ആ കഥകൾ മറ്റെല്ലാ കഥകളെക്കാളും പുണ്യത്തെയും ധനത്തെയും ക്ഷേമത്തെയും വർദ്ധിപ്പിക്കുന്നതും അവസാനം മോക്ഷത്തെ സാധിപ്പിക്കുന്നതും ആകുന്നുവല്ലോ. സൂത ഉവാച പരീക്ഷിതൈവം സതുബാധരായിണിഃ പ്രായോപവിഷ്ടേന കഥാസു ചോദിതഃ ഉവാച വിപ്ര പ്രതിനന്ദ്യ പാർത്ഥിവം മുദാ മുനീനാം സദസി സ്മ ശൃണ്വതാം. സൂതൻ പറഞ്ഞു, ഹേ വിപ്രന്മാരെ, മരണാവസരത്തെ പ്രതീക്ഷിച്ചും കൊണ്ട് ഭക്ഷണാദികളൊന്നും കൂടാതെ ഭഗവത് ഭക്തിയോടുകൂടിയിരിക്കുന്ന പരീക്ഷിത്തു മഹാരാജാവ് ഇപ്രകാരം കഥ പറയുവാൻ ആവശ്യപ്പെട്ടപ്പോൾ ഭഗവത് ഭക്താഗ്രഹണ്യനായ ശ്രീ ശുഗമുനി സന്തോഷത്തോടുകൂടി സഭയിൽ മുനിമാർ കേട്ടുകൊണ്ടിരിക്കെ ഗജേന്ദ്രമോക്ഷം കഥ വിസ്തരിച്ചു പറഞ്ഞു. 1-ാമത്തെ അധ്യായം സമാപിച്ചു. 2-ാമത്തെ അധ്യായം അടുത്ത ദിവസം. ഹരിയോം.